തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചടക്കിയതിന്റെ വിജയാഹ്ലാദത്തിൽ ബി ജെ പി തിരുവനന്തപുരം സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നഗരത്തിൽ വിജയാഹ്ലാദ റാലി സംഘടിപ്പിച്ചു. തമ്പാനൂർ മാരാർജി ഭവനിൽ നിന്നും സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച റാലി നഗരം ചുറ്റി കിഴക്കേക്കോട്ടയിൽ സമാപിച്ചു. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, അനന്തപുരിയിൽ പുതിയൊരു രാഷ്ട്രീയ ചരിത്രമാണ് പിറന്നത്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പുതിയ യാത്രയാണ് ആരംഭിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് അനന്തപുരി നിവാസികൾ ഈ റാലിയെ വരവേറ്റത്? ദിലീപ, വളരെ ആവേശത്തോടെയോടെയാണ് അനന്തപുരി നിവാസികൾ ഈ യാത്രയെ വരവേറ്റത്. യാത്ര ചെല്ലുന്ന ഓരോ സ്ഥലങ്ങളിലും ഓരോ ഇടങ്ങളിലും നിരവധി ആളുകളാണ്, നിരവധി പ്രവർത്തകരാണ് ഈ കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. വളരെ ആവേശം എല്ലായിടത്തും നമുക്ക് കാണാമായിരുന്നു. BJP നെഞ്ചോട് ചേർക്കുന്ന ഒരു കാഴ്ച ഈ യാത്രയിലുടനീളം കാണാമായിരുന്നു. വെറുപ്പും വിദ്വേഷവും പരത്തിക്കൊണ്ട് നടന്ന ഇടത് വലത് അവരുടെ അഭിപ്രായങ്ങളെയെല്ലാം അല്ലെങ്കിൽ അവരുടെ എല്ലാം ഇത്തരത്തിൽ ആരോപണങ്ങളെയെല്ലാം ജനങ്ങൾ ഒറ്റക്കെട്ടായി തള്ളിക്കളയുന്നു എന്നതിൻ്റെ കൂടി ഉദാഹരണമായിരുന്നു ഇത്തരത്തിലുള്ള ഈ റാലി എന്ന് പറയുന്നത്. ഈ ആവേശപരമായിട്ടുള്ള യാത്ര അത് വലിയ ഒരു സ്വീകാര്യത ജനങ്ങൾക്കിടയിൽ ലഭിക്കുകയും ചെയ്തു. ഇന്ന് വൈകിട്ട് 4 മണിയോട് കൂടിയാണ് യാത്ര ആരംഭിക്കുന്നത്. തിരുവനന്തപുരത്ത് തമ്പാനൂരിലെ BJPയുടെ ആസ്ഥാനം മാരാർജി ഭവനിൽ നിന്നാണ് ഈ യാത്ര ആരംഭിക്കുന്നത്. അവിടെ യാത്ര ആരംഭിച്ച് കിള്ളിപ്പാലം, കരമന, പൂജപ്പുര, ജഗതി, വഴുതക്കാട്, പാളയം, പട്ടം, അതോടൊപ്പം തന്നെ കേശവദാസപുരം, മുട്ടട, പേരൂർക്കട, അമ്പലമുക്ക്, കവടിയാർ, ശാസ്തമംഗലം, വെള്ളയമ്പലം, മ്യൂസിയം, പാളയം, ഇങ്ങനെ ഈ സ്ഥലങ്ങളിലൂടെ എല്ലാം യാത്ര പര്യടനം നടത്തി അവസാനമാണ് തിരുവനന്തപുരത്ത് കിഴക്കേക്കോട്ടയിൽ അനന്തപത്മനാഭൻ്റെ മണ്ണിലേക്ക് എത്തുകയും അവിടെ ക്ഷേത്രത്തിന് സമീപത്തായിട്ട് അവസാനിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയായിരുന്നു, വളരെ ആവേശമായിരുന്നു. നിരവധി തുറന്ന വാഹനങ്ങളിൽ ഈ 50 കൗൺസിലർമാരും ആ വാഹനത്തിലുണ്ടായിരുന്നു. ആദ്യത്തെ വാഹനത്തിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയനും നേതൃത്വം നൽകി. തുടർന്നിങ്ങോട്ട് നിരവധി തുറന്ന വാഹനങ്ങളുണ്ടായിരുന്നു. തുറന്ന വാഹനത്തിൽ എല്ലാ കൗൺസിലർമാരും, ഈ 50 കൗൺസിലർമാരും ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് കടന്നു പോകുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പ്രവർത്തകരുടെ ആവേശവും എടുത്തു പറയേണ്ടതാണ്. ഇരുചക്ര വാഹനങ്ങളിലും അതോടൊപ്പം തന്നെ പതാകയേന്തിയുമെല്ലാം പ്രവർത്തകർ ഈ വാഹനത്തെയും ഈ ജാഥയെയും എല്ലാം അനുഗമിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. ആവേശകരമായിട്ടുള്ള യാത്രയാണ് ഉണ്ടായത്. നമുക്കറിയാം, ചരിത്രത്തിൽ ഏറ്റവും വലിയ വിജയം, ചരിത്രത്തിൽ ആദ്യമായും 45 വർഷത്തെ ഇടത് ഭരണം അവസാനിപ്പിച്ചുകൊണ്ടാണ് തിരുവനന്തപുരം നഗരസഭയിലേക്ക് BJP എത്തുന്നത്. അത് ജനങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു, ജനങ്ങളുടെ അഭിലാഷമായിരുന്നു. കാരണം നമുക്കറിയാം, ഈ ശബരിമല സ്വർണ്ണക്കൊള്ള മാത്രമല്ല, ഈ കഴിഞ്ഞ 5 വർഷം തലസ്ഥാന നഗരി കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അഴിമതികളായിരുന്നു നടന്നത്. ഈ കഴിഞ്ഞ 5 വർഷത്തെ ഈ നഗരസഭയുടെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ നഗരസഭയുടെ നേട്ടങ്ങൾ പറയുകയാണെങ്കിൽ, ആ നേട്ടങ്ങളൊന്നുമില്ല. എന്നാൽ എണ്ണി പറയാൻ കഴിയുന്നതെല്ലാം ഈ അഴിമതികളും കെടുകാര്യസ്ഥതയുമാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ മേയറെ കൊണ്ടുവന്നുകൊണ്ട് നഗരസഭയിൽ CPM നടത്തിയ അഴിമതികൾ, ആ അഴിമതിയിൽ പൊറുതിമുട്ടിയതിൻ്റെ ഒരു പൊറുതിമുട്ടിയതിന് ശേഷം ആ പൊറുതിമുട്ടിയ ജനങ്ങളുടെ ഒരു പ്രതിഷേധമാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. ഇത്തരത്തിൽ തുടക്കത്തിൽ തന്നെ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളെല്ലാം BJPക്കെതിരെ പറഞ്ഞെങ്കിൽ പോലും നിരവധി ഓരോ കൗൺസിലർമാർക്കെതിരെ അടക്കം, സ്ഥാനാർത്ഥികൾക്കെതിരെ അടക്കം ആക്ഷേപങ്ങൾ പറയുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. ഇതിനെല്ലാം തള്ളിക്കൊണ്ട് ജനം ഒറ്റക്കെട്ടായി വിധിയെഴുതി. അനന്തപുരി ഒറ്റക്കെട്ടായി വിധിയെഴുതി. ആ വിധിയുടെ വിജയാഘോഷമായിരുന്നു. തങ്ങളെ വിജയിപ്പിച്ച ഓരോ ജനതയും നേരിട്ട് കണ്ടുകൊണ്ട് തങ്ങൾക്ക് ഒപ്പമുണ്ടെന്നും ഇനിയും ഈ അനന്തപുരി ഒരു വലിയ അനന്തപുരി വികസന സിറ്റിയാക്കി മാറ്റുമെന്ന മാറാത്തത് ഇനിയും മാറുമെന്ന അതിശക്തമായ സന്ദേശമാണ് രാജീവ് ചന്ദ്രശേഖറും BJPയും നൽകുന്നത്. പ്രശാന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.